മഹാഭാരത യുദ്ധത്തിന്റെ 4-ാം ദിവസത്തെ കഥയാണ്. ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ഭീഷ്മർ അർജുനനുമായി ഏറ്റുമുട്ടി. ഈ ദിവസത്തെ യുദ്ധം മുൻ ദിവസങ്ങളിലേക്കാൾ ഭീകരമായിരുന്നു. ഇരുപക്ഷത്തിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഭീഷ്മർ പാണ്ഡവരെയും അർജുനൻ കൗരവരെയും നേരിട്ടു. ഈ യുദ്ധത്തിൽ ഭീഷ്മർ ഭീമസേനനുമായി ഏറ്റുമുട്ടി. ഭീമസേനൻ അദ്ദേഹത്തെ ശൗര്യത്തോടെ നേരിട്ടെങ്കിലും അവസാനം ഭീഷ്മർ വിജയിച്ചു. ഭീമന്റെ അമ്പുകൾ ഭീഷ്മരുടെ രഥത്തെ തകർത്തു. എന്നിരുന്നാലും ഭീഷ്മർ ഭീമനെ പരാജയപ്പെടുത്തി. തുടർന്ന് ഭീമൻ പടക്കളത്തിൽ വെച്ച് ദുര്യോധനന്റെ 14 സഹോദരന്മാരെ വധിച്ചു. പാണ്ഡവസൈന്യത്തെ ഭീഷ്മർ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ കോപാകുലനായി ഭീഷ്മരെ വധിക്കാനൊരുങ്ങി. അർജുനന്റെ അപേക്ഷപ്രകാരം അദ്ദേഹം ശാന്തനായി. ഈ യുദ്ധത്തിൽ കൗരവസൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിനാൽ ഭീഷ്മർ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഭീഷ്മർ പാണ്ഡവസൈന്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തുമെന്ന് വാക്കുനൽകി. പ്രധാന സംഭവങ്ങൾ: ഭീമൻ ദുര്യോധനന്റെ 14 സഹോദരന്മാരെ വധിച്ചു. ഭീഷ്മർ ഭീമനുമായി ഏറ്റുമുട്ടി. ഭീഷ്മർ പാണ്ഡവസൈന്യത്തിന് കനത്ത നാശനഷ്ടം വരുത്തി. ശ്രീകൃഷ്ണൻ ഭീഷ്മരെ വധിക്കാനൊരുങ്ങി. കൗരവപക്ഷത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു.